السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي يدركني. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് മദിബാൻ നിറന്തുദിത്തതിൽ ത്വയ്ബാ മഹ്മൂദറലങ്കി തെളിന്ത് സഹബാ. പൂർണ്ണചന്ദ്രനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കാവിൽ 13 വർഷം നീണ്ട 13 വർഷം യാതനകളും വേദനകളൊക്കെ എല്ലാം സഹിച്ച് അള്ളാഹുവിൻ്റെ തിരുഅരുൾ പ്രകാരം, കൽപ്പന പ്രകാരം മദീനാവിലേക്ക് വന്ന ആ സാഹചര്യത്തെ പറ്റിയായിരുന്നു വിശദീകരിച്ചത്. പൂർണ്ണചന്ദ്രനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വയ്ബാവിൽ അണയലോടുകൂടി ആ മദീന ലംഘി, മഹ്മൂദരാൽ മദീന ലംഘി എന്ന് പറഞ്ഞുകൊണ്ട് മദീനയിലെ നിവാസികളൊക്കെ മുത്തുനബിയെ താലാഹുൽ ബദ്റു പാടിക്കൊണ്ട് സ്വീകരിച്ച അതിമനോഹരമായ രംഗം, അതുപോലെ തന്നെ അവരുടെ ആ സ്നേഹ മസൃണമായ പെരുമാറ്റങ്ങളൊക്കെ കണ്ടും കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ സസുഖം വാഴുകയായിരുന്നു. തുടർന്ന് മഹാകവി പറയുകയാണ്, ബാർത്തും മുത്താണി കൂട്ടത്താശ തിരുതരള് മഹ്മൂദർ നബി വാശുന്നേ ബാഷ്കയും ബാരിശൈതരും കൂടൈദിനും മാർഗവും വളർ വീശുന്നേ തീർത്തും ബുക്കാനില സുഖം കൊണ്ടരികോരും ദിനമ്മതം വേഷുന്നേ അമ്മതം വേഷുന്നേ തീരത്തിൽ ഖീതാലിന്റെ ആയത്താനതും തിരുനബിക്കിറങ്ങി വന്നേ ഓർത്താനെ നേടിൽ കോടാത്തോകൈകളും മറ്റും ഓർമാനം ഒരുക്കിക്കൂട്ടി പൂവിൽ ദിന്നടത്താൻ സഹാബെ വിടുത്തിട്ടും പുകളോരെ ജയങ്ങൾ കിട്ടി കീർത്തിക്കാറ്റടിച്ചു ബൻകാന ഖുറൈശികൾ കിടുകിടത്തുളമഞ്ഞട്ടെ കേൾക്കാതല്ലൂരത്ത് തരുകൾ കടിവേർകൾ കീനൂടം പിടിക്കപ്പെട്ടേ പിടിത്തവർ ഖുറൈശി തിഹാമികവാഫിരിൻ പെരുവമ്പും പകകൾ കൊണ്ട് പെരിയോൻ തൻ കാലമാലും തൂതർ ഹദീസാലും തിരുത്തേറ്റം ഊലമുർവിണ്ടേ പതിയെങ്കും നിറന്ത് ശുജാഅത്തുറപ്പും പൊർപ്പകതീരും പകകൾ കൊണ്ട് പതി ഉമ്മിൽ ഖുറാവിലുള്ളോർക്കുകമായി പരനവന്നമയത്തില്ലണ്ട് അടങ്കലും നബിയാക്കൾക്കുള്ള ഫിർഔനോർ അബുജഹൽ കൂകം ഒട്ടാമേ അഹ്മദൻ നബി തിരുനാവാൽ ഫിർഔനിൽ അക്ബറൻ ദൂരത്തോനാമേ കൊടിയോനെ കൂലത്തെ ഗസ്വത്തുൽ അഅ്ലം കുവലൈ കെട്ടിടോർക്കാമേ കോനവൻ പോർക്കും മേളാണ്ട് പിഴായണ്ട് കൂരിനാർ ഊലമൊർവിണ്ടേ. പ്രിയപ്പെട്ടവരെ, മാർത്തുമുത്ത് അണിക്കൂട്ടത്താശ തിരുതരൽ മഹ്മൂദർ നബി വാശുന്നേ. അതായത് മുത്ത് പോലോത്ത, പവിഴം പോലോത്ത, മാണിക്യം പോലോത്ത മനസ്സിന്റെ ഉടമകളാകുന്ന അണിക്കൂട്ടത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വാഴ്ത്തപ്പെട്ട ആ അണികളെ കൂട്ടത്തിൽ തരുൾ മുഹമ്മദ്, തിരുതരുളർ മഹ്മൂദർ നബി, തിരുതരളായ മഹ്മൂദ് നബി, സ്തുതിക്കപ്പെട്ട മുഹത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ സസുഖം വാഴുകയാണ്. ബാഷ്കയും ബാരിശൈതരും കൂടൈദിനും മാർഗവും വളർ വീശുന്നേ.
കാരുണ്യത്തിന്റെ സന്ദേശം തരുന്ന ഈ ദീൻ, അതുപോലെ തന്നെ സന്തോഷം തരുന്ന ദീൻ, മാർഗവും വളർ വീശുന്ന ഈ പരിശുദ്ധമായ ദീനിന്റെ ആ സന്ദേശങ്ങൾ എല്ലാവർക്കും സന്തോഷം നൽകിക്കൊണ്ട്, സ്നേഹത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ട്, സ്നേഹത്തിന്റെ മെസ്സേജ് നൽകിക്കൊണ്ട് ആ മദീനാവിൽ എല്ലായിടത്തും പരിശുദ്ധ ഇസ്ലാം പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളൊക്കെ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങി. തീർത്തും പുക്കാനിലെ സുഖം കൊണ്ടാരി ഗോരുന്തിനമ്മതം വേഷുന്നേ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രചരിപ്പിക്കുന്ന ആ ദീനിനെ പറ്റി എല്ലാവരും പരസ്പരം ചർച്ച ചെയ്യുകയും പരിശുദ്ധ ഇസ്ലാമിന്റെ സത്യസന്ദേശങ്ങൾ കണ്ടുകൊണ്ട്, ആ സ്നേഹത്തിന്റെ മാർഗങ്ങൾ കണ്ടുകൊണ്ട്, ആ സ്നേഹമസൃണമായ പെരുമാറ്റ സന്ദേശങ്ങൾ കണ്ടുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രചണ്ഡമായ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ് മദീനാവിൽ. പക്ഷേ മദീനയിൽ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോഴും മക്കായിലുള്ള മുശ്രിക്കുകൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുക്കൾ, തങ്ങളെ എങ്ങനെയെങ്കിലും വീഴ്ത്തണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരുന്ന, മദീനയിൽ മക്കയിൽ നിന്ന് കൊല ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മദീനയിൽ വന്നപ്പോഴും മക്കയിൽ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് മുഹമ്മദിനെ എങ്ങനെയെങ്കിലും വകവരുത്തണം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ആലോചനകൾ നടത്തുകയാണ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹത്തിന്റെ സന്ദേശം മാത്രമാണ് നൽകുന്നത്. യാതനകളും വേദനകളും അനുഭവിച്ച് യാസിറിന്റെ കുടുംബത്തിനും അതുപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനും വർദ്ധനം നൽകിയപ്പോഴും എല്ലാം ക്ഷമിക്കാൻ വേണ്ടിയും അതിന്റെ പ്രതിഫലമായി നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുമെന്നുള്ള സന്ദേശങ്ങളായി ആയിരുന്നു അന്നുവരെ നടത്തിയിരുന്ന. നീണ്ട 13 കാലം ഒരുപാട് യാതനകളും വേദനകളും സഹിച്ചുകൊണ്ടിരിക്കെ മദീനാവിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സ്നേഹത്തിന്റെ സന്ദേശത്തിലേക്ക്, സ്നേഹത്തിന്റെ പന്താവിലേക്ക് ആളുകൾ കടന്നുകൊണ്ടുവരുമ്പോഴേക്കും മക്കയിലുള്ള മുശ്രിക്കുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെറുക്കുക തന്നെയാണ് ചെയ്യുന്നത്. തീരത്തിൽ ഖിതാലിന്റെ ആയത്താനതും തീരു നബിക്ക് ഇറങ്ങി വന്നേ. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുവരെയും ക്ഷമിക്കണമെന്ന സന്ദേശം നൽകിക്കൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ അള്ളാഹുവിന്റെ റസൂലിലേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ആയത്ത് ഓതി കൊടുക്കുകയാണ്. ഉദിന ലില്ലദീന ആമനു, സൂറത്തുൽ ഹജ്ജിലെ 39-ാമത്തെ ആയത്ത് അല്ലാഹു തആല തിരുനബിക്ക് ഇറക്കി കൊടുക്കുകയാണ്. തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ആളുകളോട് പ്രതിരോധം ചെയ്യുന്നതിന് തങ്ങൾക്ക് വിരോധമില്ല നബിയെ, അവരോട് എതിർക്കുന്നതിന് തങ്ങൾക്ക് വിരോധമില്ല, ഇനി തങ്ങൾക്ക് അവരോട് പ്രതിരോധിച്ചു നിൽക്കാമെന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന ആയത്തിറങ്ങിയപ്പോൾ മഹാനായ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സഹാബത്തിന് അറിയിക്കുകയും ചെയ്തപ്പോൾ ആ സഹാബത്തിനും വലിയ സന്തോഷമാണ് ഉണ്ടായത്. ഞങ്ങൾ ആക്രമിക്കാൻ വരുന്നവരോട് പ്രതിരോധം ചെയ്യാൻ അള്ളാഹുവിന്റെ കൽപ്പന നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന സത്യസന്ദേശം അറിയിച്ചപ്പോൾ അവർക്കും സന്തോഷമായി എന്ന് മാത്രമല്ല, ഓർത്താനെ നേടിൽ കോടാതോകൈകളും മറ്റും ഓർമാനം ഒരുക്കിക്കൂട്ടി. അവരെതിർക്കുന്നതിന് വേണ്ടി, പ്രതിരോധിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ആവശ്യമാണോ, പോർത്താനെ പോർ ചെയ്യുന്നതിന് വേണ്ടി അവർ എന്തൊക്കെ നെടില്, ഒട്ടകങ്ങളും അതുപോലെ തന്നെ കോട കുതിരകളും കൈകളും തോരണങ്ങളും അതുപോലെ തന്നെ കൊടികളും മാത്രമല്ല മറ്റും പോർമാനം ഒരുക്കി കൂട്ടി. യുദ്ധത്തിനുള്ള മറ്റെല്ലാ സന്നാഹങ്ങളും എല്ലാവിധ സാമഗ്രികളും അവർ സന്തോഷത്തോടെ ഒരുക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനും എല്ലാ ആയുധങ്ങളും, അതായത് ഒരു പട്ടാളത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ആ പട്ടാള ചിട്ടയോടെയുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അവർ ഒരുക്കി കൊണ്ടിരിക്കുകയാണ്. മിലിറ്ററി സിസ്റ്റം അവർ എങ്ങനെയാണ് വേണ്ടത് എന്ന ആ ചിന്തയോടുകൂടി എല്ലാ കാര്യങ്ങളും ഒരുക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മഹാകവി അതാണ് പറയുന്നത്. മാത്രമല്ല, കീർത്തിക്കാറ്റടിച്ചു ബൻകാന ഖുറൈശികൾ കിടുകിടുത്തുള മഞ്ഞട്ടെ. നേരത്തെ പറഞ്ഞില്ലേ, മദീനാവിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മദീനയുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ പരിശുദ്ധ ഇസ്ലാം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കീർത്തിയുടെ കാറ്റടിച്ചുകൊണ്ട് ബൻഖാന ഖുറൈശികൾ എന്തായി കിടുകിടുത്ത് ഉളഞ്ഞെട്ടുകയാണ്. മദീനയിലുള്ള പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ആഴം കണ്ടുകൊണ്ട് മക്കായിലുള്ള ഖുറൈശികളൊക്കെ അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഞെട്ടലേൽക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളെ അധീശത്വം അധികാരവും നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്ക അവരുടെ മനസ്സിൽ ഉടലെടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എങ്ങനെയുള്ള ഖുറൈശികളായിരുന്നു, എങ്ങനെയുള്ള ആളുകളായിരുന്നു അവർ? കേൾക്കാതല്ലൂരത്ത് തരൂകൾ കടിവர்கள் കീനൂടം പൂടിക്കപ്പെട്ടേ. കേൾക്കാതൽ പുരത്തെ ഒരിക്കലും മറിഞ്ഞു പോകുമെന്ന് വിചാരിക്കാത്ത വൻ മരങ്ങൾ, വലിയ വലിയ പടുവൃക്ഷങ്ങൾ, പടുകൂറ്റം വൃക്ഷങ്ങൾ, തരുകൾക്ക് അങ്ങനെയുള്ള ആ കരുത്തുള്ളതായ
ആ വൃക്ഷങ്ങൾക്ക് അടിവേറുകൾ കീനുടം പിടിക്കപ്പെട്ട് അതിന്റെ അടിവേർക്ക് പൂപ്പലം പിടിച്ചുകൊണ്ട് അതിന്റെ കീനുടം പൂപ്പൽ പിടിച്ചുകൊണ്ട് അടിവേററ്റ് വീഴുന്ന സാഹചര്യമാണ്. അതായത് വൻ മരങ്ങൾ കടപുഴകി വീഴുന്നു, വലിയ വലിയ ഖുറൈശി നേതാക്കന്മാർ തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യമാണ്, അവസ്ഥയാണ് അവർക്ക് ഇത് കണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയുള്ള ഖുറൈശികൾ? പിടിത്തവർ ഖുറൈശി വെറുവമ്പും പകകൾ കൊണ്ട്, അതായത് വലിയ അഹങ്കാരവും അതുപോലെ തന്നെ അധീശത്വം അധികാരവുമുള്ള മക്കയിലെ സത്യനിഷേധികൾക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് ശത്രുത്വം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് മുത്തുനബിയെ എതിർക്കുന്ന അവർക്ക് ആ വലിയ ബമ്പുള്ള അധികാരമുള്ള വലിയ അധികാരത്തിന്റെ ഹുങ്ക് കാണിച്ചു കൊണ്ടിരിക്കുന്ന ആ മക്ക ഖുറൈശികൾക്ക് പിടിത്തവർ ഖുറൈശി തിഹാമിൻ പകകൾ കൊണ്ട് പെരിയോൻ തൻകാലമാലും തൂതർ ഹദീസാലും തിരിത്തേറ്റം മൂലമൊർവിണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. തിരുത്തേറ്റം ഉലമോർവുണ്ട് ഉള്ളതായി പറഞ്ഞിട്ടുള്ളതായി ഉലമാക്കൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എങ്ങനെയുള്ള ഖുറൈശികളാണ് അവർ? പതിയങ്കുന്നീറന്ത ശുജാഅത്തുറപ്പും പോർപകതീരും ബഗകൾ കൊണ്ട്. പതിയങ്കും നിറന്ത ശുജാഅത്ത്, വലിയ ലോകത്ത് അറിയപ്പെട്ട ധീരന്മാരായ ശുജാഅത്തുള്ള വലിയ പോക്കിരികളായ അങ്ങനെയുള്ള ആളുകളായിരുന്നു മക്ക ഖുറൈശികൾ. പോർപ്പക തീരും വകകൾ, യുദ്ധത്തിനുള്ള എല്ലാ അറിവുകളും അവരിൽ മേളിച്ചിരുന്നു. അവർക്ക് എല്ലാവിധ യുദ്ധതന്ത്രവും അതുപോലെ തന്നെ കഴിവും അധികാരവും അധീശത്വം ഉണ്ടായിരുന്ന മക്ക ഖുറൈശികൾ. അങ്ങനെ പതി ഉമ്മിൽ ഖുറാവിലുള്ളോർക്കുമായി പരനവൻ അമൈത്തില്ലണ്ട്. പതി ഉമ്മിൽ ഖുറാവിൽ ഉള്ളവർക്ക്, ഉമ്മുൽ ഖുറാവ് പതിനാട്, ഉമ്മുൽ ഖുറാവ് എന്ന് പറഞ്ഞാൽ മക്കയിലുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള ആ ഖുറൈശികൾക്ക് ഉഗമായി പരനവൻ അമൈത്തില്ലണ്ട്. അതുപോലത്തെ ശക്തിമാന്മാരായ കഴിവും തൻ്റെ ഇടവുമുള്ള ആളുകളെ ഉടയവൻ അമൈത്തില്ലെന്ന് മറ്റു ലോകത്ത് വേറെ പടച്ചിട്ടില്ല എന്നാണ് മഹാകവി പറയുന്നത്. അടങ്കേലും അവരുടെ കൂട്ടത്തിൽ മടങ്കേലും നബിയാക്കൾക്കുള്ള ഫിർഔനോർ അബൂജഹൽ കൂകം മൊട്ടാമേ. എല്ലാ നബിമാർക്കും ഫിർഔനുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ഫിർഔനുൽ അക്ബർ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അബൂജഹലിന്റെ മുഖം മനസ്സിന്റെ അകത്തേക്ക് വലിയ ഞെട്ടലേറ്റുകൊണ്ട് അവർക്ക് ശത്രുത വർദ്ധിച്ചു വരുന്നു. അഹ്മദ് നബി അഹ്മദ് നബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാവാൽ ഫിർഔനുൽ അക്ബർ എന്തൂരത്തോനാമേ. ഏറ്റവും വലിയ ഫിറൗൻ. എല്ലാ നബിമാർക്കും ഫിറൗനുണ്ട്. എനിക്കുള്ള ഫിറൗനാണ് ഏറ്റവും വലിയ ഫിറൗൻ, അവൻ അബൂജഹലാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഫിറഔനാകുന്ന അബൂജഹൽ അടക്കമുള്ള ആളുകൾ ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് മദീനയിലും അതുപോലെ തന്നെ ഈ പരിസര പ്രദേശങ്ങളിലും ഇസ്ലാം ദീനിന്റെ പ്രചരണം നടക്കുന്നത് കൊണ്ട്. ഇടയ്ക്ക് ഞാൻ ഒരു വഴി വിട്ടുപോയിട്ടുണ്ട്. പൂവിൽ നടത്താൻ സഹാബ വീണ്ടുത്തിട്ടും പുകളോരെ ജയങ്ങൾ കിട്ടി. അവരിൽ പറയുന്നുണ്ട് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹു ബിക റജുലൻ വാഹിദൻ, ഒരാളെങ്കിലും നിങ്ങളെ കൊണ്ട് പരിശുദ്ധ ദീനിലേക്ക് സത്യസൻപാദാവിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ദുനിയാവ് മുഴുവനും കിട്ടുന്നതിനേക്കാളും ഖൈറാണ് എന്ന് സഹാബത്തിനോട് അരുൾ ചെയ്തപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ വചനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാമലകൾ താണ്ടിക്കൊണ്ട് മരുഭൂമിയെന്നോ വനാന്തരങ്ങളിലെ മൃഗങ്ങളോ വന്യജീവികളോ അതുപോലെ തന്നെ മഞ്ഞ് ഉരുകുന്ന വലിയ തണുപ്പുകളോ അതുപോലെ തന്നെ ചുട്ടുപൊള്ളുന്ന വെയിലുകളോ മഞ്ഞുകളോ വകവെക്കാത്ത സഹാബാക്കൾ പ്രബോധനം നടത്തി. അങ്ങനെ നടത്തിയപ്പോൾ എന്തായി? പുകൾ ഓരോ ജയങ്ങൾ കിട്ടി. എല്ലായിടത്തും പരിശുദ്ധ ഇസ്ലാമിലേക്ക് ജയം കിട്ടിക്കൊണ്ട് ആളുകൾ ഇങ്ങനെ തിരിച്ച് പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെ അവസാനത്തെ വരിയിൽ പറയുന്നു, കൊടിയോനെ കൂലത്തെ അഹമ്മദ് നബിയാരുടെ നാവാൽ ഫിർഔനുൽ അക്ബർ എന്ന് പറയപ്പെട്ട ആ കൊടിയ ശത്രുവിനെ കുലത്തെ കൊല ചെയ്യപ്പെട്ട ഗസ്വത്തുൽ അഅ്ലം
കുവലൈ, ആ കഥയെ കേട്ടിടുവോർക്കാമേ, ആ കഥ കേട്ടിടുന്ന ആളുകൾക്ക് എന്തുണ്ട്? കോനവൻ പോറുക്കും മേളാണ്ട് പിഴയെന്ന് കൂരിനാൽ ഊലമോർബിന്റെ ഊലമോർത്താമേ. ആ അബൂജഹലിനെ അടക്കം കൊല ചെയ്യപ്പെട്ട ഗസ്വത്തുൽ അഅ്ലമിന്റെ ഈ ചരിത്രം കേൾക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല എന്തു ചെയ്യും? കോനവൻ പൊറുക്കും, കോനവൻ വലിയവനാകുന്ന അല്ലാഹു തആല പൊറുത്തു കൊടുക്കും. എന്ത്? 7 ആണ്ട് പിഴ, 7 വർഷത്തെ അവന്റെ പിഴകൾ, ദോഷങ്ങൾ അല്ലാഹു തആല പൊറുത്തു കൊടുക്കും എന്ന് കൂരിനാർ ഉലമാത്താമെ എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ മോയിൻകുട്ടി വൈദ്യർ തന്റെ ബദറുൽ കുബ്രയിൽ ഉലമാക്കളുടെ ഉദ്ധരണികൾ എടുത്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വിവരിക്കുകയാണ്. അല്ലാഹു തആല അസ്ഹാബുൽ ബദറിന്റെ ചരിത്രം നമുക്ക് പരിപൂർണമായി മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങളും തൗഫീഖും അല്ലാഹു ഒരുക്കി തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഈ മോയിൻകുട്ടി വൈദ്യരുടെ ബദറുൽ കുബ്ര തീരുന്നതുവരെ എല്ലാ ദിവസവും ഓരോരോ ഭാഗങ്ങളായി അവതരിപ്പിക്കുന്നുണ്ട്. അത് എൻ്റെ ഈ ചാനലിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എല്ലാം ഷെയർ ചെയ്തുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ദോഷങ്ങൾ പൊറുക്കാനുള്ള കാരണമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി